ശ്രീ സതീഷ് ഗോപി, ഒരു പൊതുവായ ചോദ്യമാണ്, പലരും പലപ്പോഴും ചോദിച്ചു മടുത്ത ചോദ്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യം ആരുടെ കെടുകാര്യസ്ഥത? ശ്രീ കൃഷ്ണരാജ്, താങ്കൾ ഈ ചോദിച്ച ചോദ്യം ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. എങ്കിലും ഈ തോടുകളുടെ പരിപാലനം ആർക്കാണ്? ഈ തോടുകൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെ ചുമതല ആർക്ക് നൽകിയിരിക്കുന്നു? അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ആരാണോ അധികാരികൾ എന്ന ആൻസർ ലഭിക്കുക, അവരാണ് ഇതിൻ്റെ ചുമതല, അവർക്കാണ് ഇതിൻ്റെ ചുമതല. ആ ചുമതലയിൽ നിന്നും അവർക്കൊരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഇത് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇറിഗേഷൻ മാത്രമാണോ എന്ന് ചോദിക്കും. ഒരല്പ ചരിത്രത്തിൽ കൂടെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. 1956 പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചു. കേരള രൂപീകരണത്തിന് തൊട്ട് മുൻപ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിലായിരുന്നു ഈ ആമേഴഞ്ചാൻ തോടുകളുടെ പരിപാലനം. ആ സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് അവർ ജോലി ചെയ്തിരുന്നു. കാരണം അന്ന് ഈ സുവേജ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1984 പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് മാറി. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് മാറിയപ്പോഴും അവർ തന്നെ ആ ചുമതല നിർവഹിച്ചു പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിൻ്റെ ചുമതല കംപ്ലീറ്റ് അവർക്ക് കൊടുത്തു. നഗരസഭയും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തി തുടങ്ങി. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, അന്നു മുതലാണ് ഇതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായത് എന്ന് നമുക്ക് നമ്മുടെ അനുഭവം കൊണ്ട് പറയാനൊക്കും. വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒന്നും അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ നമുക്ക് അനുഭവങ്ങളാണ്. ഈ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം അല്ലെങ്കിൽ അനന്തപുരി ഒരു മാലിന്യ കൂമ്പാരത്തിൻ്റെ മുകളിലാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായി അവാർഡ് വാങ്ങിയ ഈ സിറ്റിയുടെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഇതിൽ ഒരളവ് വരെ മനുഷ്യരെല്ലാം, ഇത് സാധാരണക്കാരല്ല ഇതിലെ പ്രതിയാണ്. കാരണം അവരൊക്കെയാണ് വെളിയിൽ കൊണ്ടുപോയി, ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, ഇതുപോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മാലിന്യം ഉപേക്ഷിക്കുന്നത്. അതിൽ സാധാരണക്കാരും പെടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഒരു നല്ലൊരു സംവിധാനം വേണം. ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ അതിനേക്കാൾ വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ടല്ലോ. ഹരിത കർമ്മസേന വീടുകളിൽ ചെന്ന് പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യുന്നു. തീർച്ചയായും കളക്ട് ചെയ്യും. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും കളക്ട് ചെയ്യുന്ന വേസ്റ്റ് എവിടെ പോകുന്നു? ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? കളക്ട് ചെയ്യുന്നു, ശരി തന്നെയാണ്. ശ്രീ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ വളരെ എഫക്റ്റീവായിട്ട് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്ന വേസ്റ്റ് എവിടെ പോകുന്നു? അത് ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഹോട്ടലുകളിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യുന്നു. ശ്രീ അജിത്ത്, എനിക്ക് തെറ്റുണ്ടെങ്കിൽ ശരി എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരണം. കിലോയ്ക്ക് 7 രൂപ വെച്ച് ഹോട്ടലുകളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന മാലിന്യത്തിൻ്റെ ഒരു അംശം മാത്രമേ ഈ തമിഴ്നാട്ടിലുള്ള പന്നി ഫാമുകളിൽ എത്തുന്നുള്ളൂ. ബാക്കി ഈ കളക്ട് ചെയ്യുന്നതിൻ്റെ മേജർ പോർഷനും ഈ തോടുകളിലാണ് തള്ളുന്നത്. ഈ തോടുകളിൽ ഈ കിലോയ്ക്ക് 7 രൂപ വെച്ച് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ നമ്മളെ തോടിൽ തള്ളുമ്പോൾ ഈ തോടിൻ്റെ ഫ്ലോ ഏതെങ്കിലും കാരണവശാൽ നിലച്ചു പോയാൽ വീണ്ടും ഇവർക്ക് തന്നെ പൈസ കൊടുത്ത് ഈ മാലിന്യങ്ങളെടുത്ത് കരയ്ക്കിടും. ആ കരക്കിട്ട മാലിന്യം വീണ്ടും തോട്ടിലേക്ക് പോകും. അങ്ങനെ ഇതൊരു കറവ പശുവായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മാലിന്യ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.